പരിശുദ്ധമായ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിവന്യ കോറപ്പിസ്കോപ്പാച്ചൻ, വന്യ റമ്പാച്ചൻ, വന്യ വൈദിക ശ്രേഷ്ഠർ, ബഹുമാനപ്പെട്ട ശമ്മാച്ചൻ, കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, തൃത്വനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. മർക്കോസിൻ്റെ മാളികയിലും പിന്നീട് തിബരിയോസ് കടൽക്കരയിലും എമ്മാവൂസിലേക്കുള്ള വഴിമധ്യയും ഒക്കെയും കർത്താവ് താൻ സ്നേഹിക്കുന്നവർക്ക് വിരുന്നൊരുക്കുന്നത് തിരുവചനത്തിൽ നാം വായിച്ചു കേൾക്കുന്നതാണ്. ഇന്നത്തെ വിശുദ്ധ എവൻഗേലിയോൻ ഭാഗം നാം ശ്രദ്ധിക്കുമ്പോഴും താൻ സ്നേഹിക്കുന്ന ഒരു ജനക്കൂട്ടത്തിന് കർത്താവ് വിരുന്നൊരുക്കുന്നതാണ് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 32 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ചു കേൾക്കുന്നത്. 7 അപ്പം കൊണ്ട് 4000-ത്തിലധികം വരുന്ന പുരുഷാരത്തിന് തൃപ്തി വരുത്തുന്ന ആ ഒരു സംഭവം. പരിശുദ്ധമായ പെന്തക്കോസ്ത് പെരുന്നാളിന് ശേഷമുള്ള ഞായറാഴ്ചകളുടെയൊക്കെയും വായനകൾ നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെയൊക്കെയും അപ്പത്തെ പറ്റിയുള്ള വായനകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. കർത്താവ് ജീവന്റെ അപ്പത്തെപ്പറ്റി സംസാരിക്കുന്നതും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതും 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിക്കുന്നതുമൊക്കെയും ഈ ആഴ്ചകളിൽ നാം വായിച്ചു കേട്ടതാണ്. സഭാപിതാക്കന്മാർ ഈ ആഴ്ചകളിൽ ഈ വേദഭാഗങ്ങൾ ക്രമീകരിച്ചതിന് ഒരു പ്രത്യേകമായ കാരണം കൂടെയുണ്ട്. പെന്തക്കോസ്ത് പെരുന്നാളിന് ശേഷമുള്ള കാലഘട്ടം സഭയുടെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ സഭയുടെ വളരെ പെട്ടെന്നുള്ള വളർച്ചയുടെ ഒരു കാലഘട്ടം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ വളർച്ചയുടെ കാരണം അന്വേഷിക്കുമ്പോൾ ആദിമസഭ ആചരിച്ചു വരുന്ന അപ്പം നുറുക്കലിലൂടെയുള്ള ആ ഒരു കൂട്ടായ്മയായിരുന്നു സഭയുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് പെന്തക്കോസ്തിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ കാരണമായത് എന്ന് നമുക്ക് മനസ്സിലാകാം. സഭയുടെ വളർച്ചയ്ക്ക് ഈ അപ്പം നുറുക്കലിലൂടെയുള്ള കൂട്ടായ്മയുടെ അനുഭവമാണ് കാരണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുവാനാണ് ഈ ദിവസങ്ങളിൽ പിതാക്കന്മാർ ഈ വേദഭാഗങ്ങൾ നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. കർത്താവ് അപ്പം നൽകുന്ന ഓരോ അവസരവും നാം നോക്കുമ്പോൾ അത് നുറുക്കിയാണ് അത് ഭക്ഷിക്കുന്നവർക്കായിട്ട് നൽകുന്നത്. ഓരോ അപ്പത്തിൻ്റെ നുറുക്ക് ഭക്ഷിക്കുമ്പോഴും അതിൻ്റെ ബാക്കി നുറുക്കിൻ്റെ അവകാശി എൻ്റെ സമീപത്ത് തന്നെ ഉണ്ട് എന്നുള്ള ബോധ്യമാണ് ഈ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് ഓരോ വിശ്വാസിയെയും നയിക്കേണ്ടത്. വീണ്ടും ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സംശയമുണ്ടാകാം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതും 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിക്കുന്നതും ഒരു സംഭവം തന്നെ 2 തവണ ആവർത്തിച്ച് എഴുതിയിരിക്കുന്നതാണോ എന്ന്. എന്നാൽ വേദപണ്ഡിതന്മാർ പറയുന്നത് ഇത് തീർത്തും വ്യത്യസ്തമായ 2 സംഭവങ്ങളാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത് യഹൂദന്മാരുടെ ഇടയിൽ നടക്കുന്ന ഒരു അത്ഭുതമാണെങ്കിൽ, ഇന്ന് നാം വായിച്ചു കേട്ട 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിക്കുന്ന സംഭവം ജാതികളുടെ പട്ടണമായ ആ ദെക്കപ്പൊലീസിൽ നടക്കുന്ന ഒരു അനുഭവം ആണ് എന്ന് പണ്ഡിതന്മാർ ഇതിനെ വിലയിരുത്തുന്നു. ഈ ഭാഗവും നമുക്ക് ദൈവിക പദ്ധതിയുടെ ഒരു വലിയ മർമ്മം വെളിപ്പെടുത്തി തരികയാണ്. തൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ജനത്തിൻ്റെ പശ്ചാത്തലങ്ങൾ എന്തായിരുന്നാലും അവരോട് സ്നേഹം തോന്നി തൻ്റെ കൃപകളെ ഒരുപോലെ അവർക്ക് വിഭജിച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് ഈ വ്യത്യസ്തമായ 2 അത്ഭുതങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു അനുഭവത്തിലൂടെ മനുഷ്യനെ മറ്റൊന്നും നോക്കാതെ മനുഷ്യനെ സ്നേഹിക്കാനും അവരോട് കൂട്ടായ്മ ആചരിക്കുവാനുമുള്ള ഒരു ദൗത്യത്തിലേക്ക് നാമും കടന്നു വരണം എന്നുള്ളത് തന്നെയാണ് നമ്മെ പറ്റിയുള്ള ദൈവിക പദ്ധതിയും. ഈ ഒരു വേദഭാഗത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു മാതൃക അവിടേക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ആ ഒരു ജനക്കൂട്ടത്തിൻ്റെ മാതൃകയാണ് ഈ ഭാഗം നമുക്ക് തരുന്ന രണ്ടാമത്തെ ചിന്ത. ആ ജനക്കൂട്ടം 3 ദിവസമായിട്ട് കർത്താവിനോടുകൂടെ ആയിരുന്ന ഒരു ജനക്കൂട്ടമാണ്. 3 ദിവസം ദൈവവചനം കേട്ട് കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ അവരുടെ ഭൗതികമായ ആവശ്യങ്ങളെ പറ്റിയോ അവരുടെ വിശപ്പുകളെ പറ്റിയോ ഒന്നും അവർ ആശങ്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. അവരൊരിക്കലും തങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തോട് ഉന്നയിക്കുന്നതായിട്ടും കാണുന്നില്ല. ഭൗതികമായ വിശപ്പിനപ്പുറം ദൈവവചനം കേൾക്കുവാനും ദൈവത്തോട് കൂടെ ഇരിക്കുവാനുമുള്ള ഒരു ആത്മീകമായ വിശപ്പാണ് ആ ജനക്കൂട്ടത്തിന് ഉണ്ടായിരുന്നത്. ആമോസ് പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഈ വചനങ്ങളെ സ്വാർത്ഥമാക്കുമാർ ദൈവവചനത്തിനായിട്ടുള്ള വിശപ്പോടെ ആ ജനം കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവിനോട് ചേർന്നിരിക്കുമ്പോഴാണ് അവർക്ക് ആ വലിയ അത്ഭുതത്തിന് സാക്ഷിയാകുവാൻ, അതിൻ്റെ ഗുണഭോക്താക്കളാകുവാനായിട്ട് അവർക്ക് സാധിക്കുന്നത്. പഴയ നിയമം നാം വായിക്കുമ്പോൾ ഒരു വലിയ വിമോചനത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും അപ്പത്തെ പ്രതി
ദൈവത്തോട് പിറുപിറുക്കുന്ന ഒരു ജനക്കൂട്ടത്തെ നാം കാണുന്നുണ്ട്. അവിടെയാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഈ ജനക്കൂട്ടം വ്യത്യസ്തമാവുന്നത്. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, ദൈവത്തോട് കൂടിയിരിക്കുവാനും അവൻ്റെ വചനങ്ങൾ കേൾക്കുവാനും ആണ് എന്നുള്ള ബോധ്യമാണ് ശരിയായ ആത്മീയത. അതാണ് ശരിയായ ദൈവബോധം എന്ന് ഈ വേദഭാഗം നമുക്ക് പറഞ്ഞു തരികയാണ്. ഇവിടെ ആ ജനക്കൂട്ടത്തിൻ്റെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സൂഫി പ്രാർത്ഥനയുണ്ട്. സൂഫി പാരമ്പര്യത്തിലെ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: ദൈവമേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് നരകത്തെ ഭയന്നിട്ടാണെങ്കിൽ നീ എന്നെ അവിടെ ഇടയണമേ. ദൈവമേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് സ്വർഗത്തിനു വേണ്ടിയാണെങ്കിൽ ആ സ്വർഗം എനിക്ക് നിഷേധിക്കണമേ. ദൈവമേ, നിനക്ക് വേണ്ടി നിന്നെ സ്നേഹിക്കുവാൻ എനിക്ക് ഇടയാക്കണമേ എന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇപ്രകാരം ദൈവത്തിനു വേണ്ടി, ദൈവത്തെ സ്നേഹിക്കുവാൻ വേണ്ടി അവനോട് ചേർന്നിരിക്കുവാനുള്ള ഒരു ആത്മീയ അവബോധം നമ്മൾക്ക് ഈ നാളുകളിൽ ഉണ്ടാകേണ്ടി വരേണ്ടത് ആവശ്യമാണ്. 3 ദിവസം കർത്താവിനോട് കൂടെയുള്ള ഈ ഒരു കൂട്ടായ്മയ്ക്ക്, ഈ ജനത്തിൻ്റെ കൂടി വരവിന് വിശുദ്ധനായ ജോൺ ക്രിസോസ്റ്റം നൽകുന്ന ഒരു വ്യാഖ്യാനം ഇപ്രകാരമാണ്: 3 ദിവസം കർത്താവിനോട് കൂടെ ചേർന്നിരിക്കുക എന്നുള്ളത് അവൻ്റെ മരണത്തിലും അവൻ്റെ പുനരുത്ഥാനത്തിലും ഉള്ള പങ്കാളിത്തം ആണ് എന്നാണ് വിശുദ്ധനായ ജോൺ ക്രിസോസ്റ്റം നമ്മെ പഠിപ്പിക്കുന്നത്. ഏതൊരു ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണമാണ് കർത്താവിൻ്റെ മരണത്തിലും അവൻ്റെ പുനരുത്ഥാനത്തിലും പങ്കാളികളാകുക എന്നുള്ളത്. ആ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിനോട് ചേർന്നിരിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് കർത്താവ് ഇവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ നാം വായിക്കുന്നത്, കർത്താവ് അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ആ ജനത്തിന് കൊടുക്കാനായിട്ട് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. വിശുദ്ധ കുർബാനയിലും നാം കാണുന്നത്, കർത്താവിൻ്റെ പ്രതിനിധിയായ പുരോഹിതൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി നമ്മളെ ആത്മീയമായി സംതൃപ്തിപ്പെടുത്തുന്ന ഭോജനമായിട്ട് നമുക്ക് നൽകുകയാണ്. അതിനെ അനുഗ്രഹീതമായിട്ട് പ്രാപിക്കണമെങ്കിൽ ദൈവത്തോടു കൂടെ ചേർന്നിരുന്നു കൊണ്ട് അവൻ്റെ മനസ്സലിവ് നേടുന്ന ഒരു അനുഭവത്തിലേക്ക് വളർന്നു വരുവാനായിട്ട് അത്തരമൊരു ആത്മീയത, സ്വാർത്ഥതകളില്ലാത്ത, ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാത്ത ഒരു ഉയർന്ന തലത്തിലുള്ള ആത്മീയത ആഗ്രഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, വിശക്കുന്നവരെ പറ്റിയുള്ള കർത്താവിൻ്റെ ആകുലത നമ്മെ അസ്വസ്ഥതപ്പെടുത്തണം എന്നുള്ളതാണ്. അവിടെ കടന്നു വരുന്ന ജനത്തെപ്പറ്റി, ഇവർ വിശന്നിരിക്കുന്നു, ഇവർ തിരിച്ചു പോകുമ്പോൾ തളർന്നു പോകും എന്നുള്ള കർത്താവിൻ്റെ ഒരു ആകുലതയും ആ ഒരു മനസ്സലിവുമാണ് ഈ വലിയ ഒരു അത്ഭുതത്തിലേക്ക് കർത്താവിനെ, ആ സമൂഹത്തെയും നയിക്കുന്നത്. ആ ആകുലത നമ്മിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവുമാണ് മനുഷ്യൻ്റെ പ്രാഥമികമായ ആവശ്യങ്ങൾ. അവസാനത്തെ 2 മാറിപ്പോയാലും അല്ലെങ്കിൽ അതിനെ അവഗണിച്ചാലും ഭക്ഷണത്തിന് വേണ്ടിയുള്ള ആ മനുഷ്യൻ്റെ ആവശ്യത്തെ ഒരിക്കലും അവഗണിക്കുവാനായിട്ട് സാധിക്കുകയില്ല, നിഷേധിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അത് ആ ഒരു വിശപ്പിൻ്റെ മുന്നിലാണ് പലപ്പോഴും മനുഷ്യരൊക്കെയും തങ്ങളുടെ നിലവിട്ട് പതറിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ദേവാലയത്തിലെ കാഴ്ചയപ്പം എടുക്കുവാനായിട്ട് ദാവീദ് രാജാവ് കയറിപ്പോകുന്നതും ശാബത്ത് നാളിൽ വിഹിതമല്ലാത്ത കതിർ പറിച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നുന്നതും ഒക്കെയും ഈ ഒരു വിശപ്പെന്ന പരീക്ഷണത്തിന് മുമ്പിൽ നാം വിശുദ്ധരായിട്ട് കാണുന്ന ചില മനുഷ്യർക്കൊക്കെ ഉണ്ടാകുന്ന ചെറിയ പതർച്ചകളാണ്. അതൊക്കെയും വിശപ്പിൻ്റെ മുമ്പിൽ ഏത് മനുഷ്യനും ഉണ്ടാകാവുന്ന അനുഭവങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് കർത്താവ് ആ ചെറിയ തെറ്റുകളെയൊക്കെയും കണക്കാക്കാതെ, അതിനെ കണക്കിടാതെ വിട്ടുകൊടുക്കുന്നത്. ആ ഒരു അനുഭവത്തിലേക്ക്, ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. നമ്മുടെ ചുറ്റുമുള്ള വിശക്കുന്നതിൻ്റെ അനുഭവങ്ങളിലേക്ക് ഒന്ന് കണ്ണു തുറക്കുവാനുള്ള ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞയിടയിൽ ഒരു വിദേശ രാജ്യത്ത് ഒരു കോടതി പ്രഖ്യാപിക്കുകയുണ്ടായി, വിശക്കുന്നവൻ അവൻ്റെ ഭക്ഷണം മോഷ്ടിച്ചാൽ അത് ഒരു തെറ്റല്ല, അതൊരു കുറ്റമല്ല എന്ന് ഒരു കോടതി പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരു വിശ്വാസ സമൂഹമായിട്ട്, അപ്പനുറുക്കൻ്റെ കൂട്ടായ്മയിൽ വളർന്നു വന്ന ഒരു വിശ്വാസ സമൂഹമായിട്ട് നാം കടന്നു വരുമ്പോൾ നമുക്കുണ്ടാകേണ്ട ആ ഒരു ബോധ്യവും, വിശക്കുന്നവൻ്റെ നേരെ കണ്ണുകൾ അടയ്ക്കാതിരിക്കുക, അവൻ്റെ വിശപ്പ് അടക്കാനുള്ള മാർഗമായിട്ട് നാം തീരുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെയും വീട്ടുമുറ്റത്ത് വിശപ്പടക്കുവാനായിട്ട് ഒരു നാണയത്തുട്ടിനായിട്ട് കൈനീട്ടുന്ന മനുഷ്യൻ്റെ മുമ്പിൽ ഒരു നാണയത്തുട്ടുകൊണ്ട് അവനെ പറഞ്ഞു വിടാതെ അവൻ്റെ വിശപ്പടക്കുവാനുള്ള, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാനുള്ള ഒരു സന്മനസ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ അനുഭവങ്ങളിലൊക്കെയും 7 അപ്പം കൊണ്ട് 4000 പോഷിപ്പിച്ച കർത്താവിൻ്റെ അത്ഭുതം ആ മനുഷ്യരുടെ മുമ്പിൽ ആവർത്തിക്കപ്പെടുകയാണ്. അതിന് നാം മുഖാന്തരമായി തീരുകയാണ് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു വേദഭാഗത്തെ നാം ധ്യാനിക്കുമ്പോൾ, ഇന്നത്തെ ആരാധനയിൽ നിന്ന് നാം മടങ്ങിപ്പോകുമ്പോൾ, ഈ അപ്പത്തിൻ്റെ കൂട്ടായ്മയിലൂടെ വളർന്നു വന്ന്
വിശക്കുന്നവൻ്റെ നേരെ കണ്ണുകൾ അടയ്ക്കാതെ ദൈവത്തോട് ചേർന്നിരുന്ന് അവൻ്റെ മനസ്സലിവ് പ്രാപിച്ചുകൊണ്ട് അവൻ എടുത്ത് വാഴ്ത്തി നുറുക്കി നൽകുന്ന ആ അപ്പത്തിനാൽ സംതൃപ്തരായി നിത്യജീവൻ്റെ അവകാശികളായി തീരുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ ഇവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.